പ്രവർത്തിക്കണം. അത് വിശാലമായി പ്രവർത്തിക്കാൻ ആവശ്യമാവുന്നതായ ചില സംവിധാനങ്ങൾ ഉണ്ടാക്കണം. അതാണ് ഈ 100-ാം വാർഷികത്തോടുകൂടി ഉദ്ദേശിക്കപ്പെടുന്നത്. അല്ല തഹയ്യ എന്ന് പറഞ്ഞത് അത് എനിക്കിൻ്റെ വഴിക്ക് ഉണ്ടാകാനോ അല്ലെങ്കിൽ നമസ്കാരം 40 അംഗങ്ങൾക്ക് ഓരി വെച്ചെടുക്കാനോ അല്ലെങ്കിൽ മറ്റുള്ളതായ ഏതെങ്കിലും സംഘടനകൾക്ക് ഓരി വെച്ചെടുക്കാനോ ഒന്നും അല്ല തഹയ്യ എന്ന് പറഞ്ഞത്. വളരെ സുതാര്യമായ നിലക്ക് പിരിക്കപ്പെടുന്നത്, അതിന് വളരെ വ്യക്തമായ നിലക്കുള്ള അതിൻ്റെ ചില അതിന് ഉപയോഗിക്കപ്പെട്ട മാർഗങ്ങൾ അത് സമസ്ത കേരള ജമീയത്തുൽ ഉലമയും അതിനോട് ബന്ധപ്പെട്ട സംഘടനകളൊക്കെ കൂടി തീരുമാനിച്ചതാണ്. അതനുസരിച്ച് നടത്തപ്പെടുകയും ചെയ്യും, യാതൊരു സംശയമില്ല. പിന്നെ വയനാട് ഫണ്ടിനെ പറ്റിയാണ് ചിലർക്ക്. വയനാട് ഫണ്ടിൽ നമ്മൾ വലിയൊരു വിതരണം ചെയ്തു. അത് ഓരോ ആളുകൾക്കും 70 എത്ര ആളുകൾക്കാണ് ആവശ്യം കൊടുത്തത്? 850 ആളുകൾക്ക് 10,000 റുപ്യ വെച്ച് കൊടുത്തു. 10,000 അല്ലേ? 10,000 റുപ്യ വെച്ച് കൊടുത്തു. ഒന്ന് കണക്കൂട്ടിയാൽ മതി. കാൽക്കുലേറ്റർ ഉണ്ടല്ലോ ഇപ്പോൾ, അത് കണക്കൂട്ടി നോക്കി അത് എത്ര സംഖ്യ. ഇനി ബാക്കിയുള്ള സംഖ്യ ഇവിടെ സൂക്ഷിച്ചു വെച്ചിരിക്കുകയാണ്. അത് അവിടെ ഒരു പള്ളിയോ മദ്രസോ എടുത്തു കൊടുക്കണം എന്നാണ് സമസ്ത കേരള ജമീയത്തുൽ ഉലമ തീരുമാനിച്ചിട്ടുള്ളത്. ഇനി അതല്ലെങ്കിൽ പള്ളിക്ക് മദ്രസയിലൊന്നും ആവശ്യമില്ലെങ്കിൽ പിന്നെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ളത് സമസ്ത കേരള ജമീയത്തുൽ ഉലമ അവിടുത്തെ സ്ഥിതി നോക്കിക്കൊണ്ടിട്ട് അത് തീരുമാനിക്കും, അത് കൊടുക്കുകയും ചെയ്യും.